ഡിസ്കസ് ചെയ്യാൻ പോണത് യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മളിതിന് മുമ്പ് എക്കോസിസ്റ്റം എന്താണ്, അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ മേജർ എക്കോസിസ്റ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്കോസിസ്റ്റം പറയുന്ന ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത് എക്കോ ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് വേർഡിൽ നിന്നാണ്. എക്കോ എന്ന് പറഞ്ഞാൽ എന്താ, ഹാബിറ്റേറ്റ് എന്നുള്ള മീനിങ് ആണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു എക്കോസിസ്റ്റത്തിൽ എന്തുണ്ട്, ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. സോ ഈ ഒരു ഇൻ്റർ കണക്ട് ചെയ്ത കമ്പോണൻസിൻ്റെ ഒരു കോംപ്ലക്സ് സെറ്റാണ് എന്ത്, സിസ്റ്റം കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹിയർ സിസ്റ്റം ആൾസോ ഇൻഡിക്കേറ്റ്സ് എ ഫങ്ഷണൽ പ്രോപ്പർട്ടി ആൻഡ് ഹെൻസ് ആൻ എക്കോസിസ്റ്റം ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. ഒരു ഫങ്ഷണൽ പ്രോപ്പർട്ടിനെ കുറിച്ചും കൂടി സിസ്റ്റം എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു എക്കോസിസ്റ്റത്തിന് നടക്കുന്ന എന്താണ്, എനർജി ഫ്ലോയും അതേപോലെ തന്നെ ന്യൂട്രൻ സൈക്കിളും. ഈ രണ്ട് പ്രോസസ്സാണ് മെയിൻലി ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ ഒരു നേച്ചറിൻ്റെ ഫങ്ഷനാലിറ്റീനെ ഈ രണ്ടെണ്ണമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. സോ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് സിസ്റ്റം എന്താണ്, നേച്ചറിൻ്റെ ഒരു ഫങ്ഷണൽ യൂണിറ്റും കൂടിയാണെന്ന് പറയാം. എക്കോസിസ്റ്റം മെയിൻലി രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ടെറസ്ട്രിയലും അതുപോലെ തന്നെ അക്വാട്ടിക്കും. അതിൽ ടെറസ്ട്രിയൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫോറസ്റ്റ്, ഇങ്ങനെ ഗ്രാസ് ലാൻഡ്സ്. ഗ്രാസ് ലാൻഡിൽ ഗ്രാസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെടുക, അതായത് നമ്മളെ പുൽമേടുകളൊക്കെ. ഇനി അക്വാട്ടിക്കിൽ ഡെസേർട്ടും കൂടി ഉണ്ട്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്, ഇത് മൂന്നാണ് ടെറസ്ട്രിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അക്വാട്ടിക്കിലാണെങ്കിൽ ലേക്സ്, തടാകങ്ങൾ, റിവേഴ്സ്, ഓഷ്യൻസ്, എസ്റ്ററീസ്. എസ്റ്ററീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിവറും ഈ ഓഷ്യനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ആ ഒരു വാട്ടർ ബോഡിനെയാണ് എന്തെന്ന് പറയാം, ഈ പറഞ്ഞ എസ്റ്ററീസ് എന്ന് പറയാം. സോ ഇതിലുള്ള വെള്ളം എന്ന് പറഞ്ഞത് റിവേഴ്സിൽ എന്തായിരിക്കും, ഫ്രഷ് വാട്ടർ ആണ്. ഓഷ്യൻസിൽ എന്താണ്, സാൾട്ട് വാട്ടർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആയിരിക്കും എവിടെ കാണപ്പെടുക, എസ്റ്ററീസിൽ കാണപ്പെടുക. പിന്നെ വെറ്റ് ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ, അതൊക്കെയാണ് മെയിൻലി എന്താണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്നത്. സോ ഈ യൂണിറ്റിൽ നമ്മൾ എന്താണ് വേരിയസ് ടൈപ്സ് ഓഫ് ടെറസ്ട്രിയലിനെ കുറിച്ചും അവൻ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാത്രമല്ല ഫോറസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഗ്രാസ് ലാൻഡ്സ്, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ടേം ഒറിജിനേറ്റ് ചെയ്തത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. സോ അതിൻ്റെ മീനിങ് ഔട്ട്സൈഡ് എന്നാണ്, അതായത് റെഫറിങ് ടു ലാൻഡ് ബിയോണ്ട് വില്ലേജ് ബൗണ്ടറീസ് ദാറ്റ് വാസ് അൺകൾട്ടിവേറ്റഡ് ആൻഡ് അൺഇൻഹാബിറ്റഡ്. അതായത് വില്ലേജ് ബൗണ്ടറിൻ്റെ അപ്പുറം കാണുന്ന ഒരു ലാൻഡാണ്. അവിടെ എന്തല്ല, അതായത് എന്ത് ലാൻഡുമാണ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻഹാബിറ്റ് ചെയ്യാത്ത, ആരും വസിക്കാത്ത ഒക്കെ ഒരു ലാൻഡാണ് എന്ത് ഈ പറയുന്ന ഫോറസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ ടുഡേ എ ഫോറസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി ലാൻഡ് managed for forestry purposes whether it has trees, shrubs, climbers or not. ഇപ്പോൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറസ്ട്രി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാൻഡാണ്. ഈവൻ അവിടെ ട്രീസും ഷ്രബ്സും ക്ലൈംബേഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ ഓർ നോട്ട്, ഇല്ലെങ്കിൽ പോലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ഫോറസ്ട്രി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലാൻഡാണ്. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോംപ്ലക്സ് എക്കോസിസ്റ്റം ആണ്. കാരണം എന്താണ്, അവിടെ ഒരുപാട് വേരിയസ് ലിവിങ് കമ്മ്യൂണിറ്റീസ് പ്രസൻറ്റഡ് ആയതുകൊണ്ട് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണെന്നാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റിലുള്ള സോയിലും ക്ലൈമറ്റ്, ലോക്കൽ ടോപ്പോഗ്രഫി, നമ്മൾ പുറത്ത് ആ ഫിസിക്കലി നമ്മൾ കാണുന്ന ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും എല്ലാം എന്താണ് അവിടെ ആ ഒരു ഫോറസ്റ്റിൽ കാണുന്ന ട്രീസിൻ്റെയും വെജിറ്റേഷൻ്റെയും ഡിസ്ട്രിബ്യൂഷനെ അതുപോലെ തന്നെ അബണ്ടൻസിനൊക്കെ അത് സ്വാധീനിക്കുന്ന. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് സോയിൽ, ആ ടൈപ്പ് ഓഫ് സോയിലിൽ വളരുന്ന ഇന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവും അല്ലേ. സോ ആ ഒരു സോയിലിനെയും ക്ലൈമറ്റിനെയും ടോപ്പോഗ്രഫിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു ഫോറസ്റ്റിലുള്ള ട്രീസും അതേപോലെ തന്നെ വെജിറ്റേഷൻസും ആണെന്നാണ് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് വണ്ണാണ് കോണിഫറസ് ഫോറസ്റ്റ്. ഇതൊരു കോൾഡ് റീജിയൻസിലാണ് അധികം കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഹൈ റെയിൻഫാൾ ഉണ്ടാവും, അതേപോലെ ലോങ് വിൻറ്റേഴ്സും പിന്നെ ഓഫൺ വിത്ത് ഷോർട്ട് സമ്മേഴ്സും കാണപ്പെടും. ഈ ഒരു ഫോറസ്റ്റിനെ ബോറിയൽ ഫോറസ്റ്റ് എന്നും കൂടി പറയും. അപ്പോൾ തന്നെ ട്രാൻസ് കോണ്ടിനെൻ്റലാണ്, കോണ്ടിനെൻസിനൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് കാണപ്പെടുന്ന അത് എവർഗ്രീൻ ട്രീസ് ആയിട്ടുള്ള സ്പ്രൂസ്, ഫിർ, പൈന്, അതായത് എവർഗ്രീൻ ട്രീസ് ആണ് ഇവർ പിന്നെ ഡോമിനേറ്റ് ചെയ്ത് കാണുന്നത് എന്നാണ് പറയുന്നത്. ഇനി കോമൺ എനിമൽസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലിങ്സ്, വൂൾഫ് ഉണ്ട്, ബിയർ, റെഡ് ഫോക്സ്, പോർക്യുപ്പിൻ, squirrel and amphibians like tree frogs and pond frogs.
The needles from conifers decompose slowly, resulting in acidic and nutrient-poor soils. Because of this, boreal forests have lower productivity and community stability compared to other ecosystems. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു കോണിഫർ ഇപ്പോൾ തണുപ്പ് റീജിയനിലാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇപ്പോൾ അവരുടെ പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ അതിനായിട്ട് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദേവദാരു ഒക്കെ പറഞ്ഞത് അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ജിംനോസ്പേം ആണ്. അപ്പോൾ ഈ കോണിഫേഴ്സ് എന്താണ് ജിംനോസ്പേമിൽ പെട്ടതാണ്. അപ്പോൾ ഈ കോണിഫേഴ്സിന് നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ലീവ്സ് എന്താണ് പെട്ടെന്നല്ല സ്ലോലി ആണ് ഡീകമ്പോസ് ചെയ്യുക. അതെന്ത് ചെയ്യും ന്യൂട്രിയൻറ്റ് പുവർ ആയിട്ടുള്ള സോയിൽസും അതേപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യും റിസൾട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ബോറിയൽ ഫോറസ്റ്റ് എന്താണ് ലോവർ പ്രൊഡക്ടിവിറ്റി ആണ്. അതേപോലെ തന്നെ അവർക്ക് എന്താണ് ലോവർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്റ്റെബിലിറ്റി ഒക്കെ കുറവാണ് മറ്റുള്ള എക്കോസിസ്റ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി ആകുമ്പോൾ സൺലൈറ്റും അപ്പോൾ റെയിൻഫാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫാക്ടേഴ്സാണ്. സോ ഇവിടുത്തെ കേസ് നോക്കുമ്പോൾ ലോവർ പ്രൊഡക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാകും. ആ ഒരു കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആവാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. പക്ഷെ ഇവർക്ക് എന്താണ് ഈ പറയുന്ന കോണിഫസ് ഫോറസ്റ്റിനൊക്കെ അത് കുറവാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എക്കോസിസ്റ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കത് കുറവാണെന്നാണ് പറയുന്നത്. സോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് അനിമൽസിനൊക്കെ ഞാൻ ഇതിൽ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ലിങ്സ്, അപ്പോൾ വോൾഫ്, ബിയർ, റെഡ് ഫോക്സ്, പിന്നെ പോർക്യുപ്പിൻ പറഞ്ഞൊരു ടൈപ്പ് ഓഫ് അനിമൽ പറഞ്ഞില്ലേനോ പോർക്യുപ്പിൻ. അതാണ് കണ്ടൊരു മുള്ളൻപന്നീൻ്റെ ഒക്കെ പോലെ. പിന്നെ സ്ക്വിറൽ, പിന്നെ ട്രീ ഫ്രോഗ്, അതേപോലെ തന്നെ പോൺ ഫ്രോഗ്, ആംഫീബിയൻസിൽ. ഇനി ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആണ്. ഇവിടെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ബ്രോഡ് ലീഫ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും. പിന്നെ അവർ ലീവ്സ് എന്താണ് വിൻ്ററിൽ അവർ ഷെഡ് ചെയ്യും പൊഴിയും. പക്ഷെ അത് സ്പ്രിങ്ങിൽ എന്താണ് സ്പ്രിങ് സീസണിൽ അത് വീണ്ടും റീഗ്രോ ചെയ്യുക. ദീസ് ഫോറസ്റ്റ് ഈ ഒരു ഫോറസ്റ്റ് കാണപ്പെടുന്നത് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഈസ്റ്റേൺ ഏഷ്യ, ചിലി, പാർട്സ് ഓഫ് ഓസ്ട്രേലിയ ൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാലയാസിലും. ഇവിടെ വിൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോൾഡായിരിക്കും. അതേപോലെ തന്നെ ആനുവൽ റെയിൻഫാൾ, അതായത് അവർക്ക് കിട്ടുന്ന റെയിൻഫാൾ 75 to 150 സെൻറ്റിമീറ്ററോളം റെയിന് എന്താണ് അവർക്ക് ത്രൂ ഔട്ട്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഔട്ട് ദ ഇയറിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റിലുള്ള ട്രീസിനൊക്കെ എന്താണ് 40 to 50 മീറ്ററോളം ഇത്ര മീറ്ററോളം എന്താണ് ഗ്രോ ചെയ്യാനൊക്കെ കഴിയുന്ന ട്രീസാണ്. അതേപോലെ തന്നെ അവർക്ക് തിന്നായിട്ടുള്ള ബ്രോഡ് ലീവ്സ് ഒക്കെ പ്രസൻറ്റഡ് ആണ്. ഇവിടെ കാണുന്ന ട്രീ സ്പീഷീസ് ആണ് മാപ്പിൾ, ബീച്ച്, ഓക്ക്, ഹിക്കറി, അപ്പോൾ തന്നെ ബാസ് വുഡ്, ചെസ്റ്റ്നട്ട് ആൻഡ് കോട്ടൺ വുഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പറയുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് ഒരു ഫോറസ്റ്റിൽ കാണപ്പെടുന്നത്, ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റിൽ. ഇനി ഹിമാലയൻ റീജിയനിലാണെങ്കിൽ ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ ചിലപ്പോൾ പൈൻസ് മരങ്ങൾ, സെഡാർസ്, അതായത് പൈൻ മരങ്ങൾ കാണാം. പൈൻ മരങ്ങൾ കാണാം, സെഡാർസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഫിർ, ജൂനിഫേഴ്സ്, റോഡോഡെൻഡ്രോൺസ്, വില്ലോസ് അവിടെ കാണുന്ന പ്ലാന്റ്സ് ആണ്. ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റിൽ കാണുന്ന പ്ലാന്റ്സ് ആണ് ഈ പറയുന്നതൊക്കെ. ഇനി മാമൽസിലാണെങ്കിൽ കോമൺ അനിമൽസ്. ഇനി അനിമൽസിൻ്റെ കേസിൽ ഏതൊക്കെയാണ് അനിമൽസ് അവിടെ കാണുന്നത്? മാമൽസിലാണെങ്കിൽ ഡിയർ, ബിയേഴ്സ്, സ്ക്വിറൽസ്, ഗ്രേ ഫോക്സസ്, ബോബ് ക്യാറ്റ്സ്, റാക്കോൺസ്, ഒപ്പോസംസ്, പിഗ്സ്, മൗണ്ടൻ ലയൺസ്. ബേർഡ്സ് ആണെങ്കിൽ ഹോൺഡ് ഓൾ ആൻഡ് ഹോക്സ്. അതായത് അവിടെ കാണുന്ന ഡിയർ നമ്മൾ പറഞ്ഞ അനിമൽസ് ആണ്. സ്ക്വിറൽ ഉണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ബേർഡ്സിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് ഹോൺഡ് ഓളും അതേപോലെ തന്നെ ഹോക്കൊക്കെയാണ് പ്രസൻ്റ് ഉള്ളത്. ഈ ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് മൂന്നാമത്തെയാണ്. അതിൽ ക്ലൈമറ്റ് ഒരു മെഡിറ്ററേനിയൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. അതായത് വാം ഉണ്ടാവും, അതേപോലെ ഡ്രൈ സമ്മേഴ്സ് കാണപ്പെടാം, പിന്നെ കൂളുണ്ട്, അതുപോലെ തന്നെ മോയിസ്റ്റ് വിൻറ്റേഴ്സ് ഒക്കെയാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന വ്യത്യാസം മെയിൻലി എന്താണ് ലോ എവർഗ്രീൻ ട്രീസ് ആണ് ഉണ്ടാവുക. അവർക്ക് നീഡിൽ ലൈക്ക് ആയിട്ടുള്ള അതുപോലെ ബ്രോഡ് ലീവ്സ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ നീഡിൽ ലൈക്കോ അല്ലെങ്കിൽ ബ്രോഡ് ലീവ്സോ. പിന്നെ അതായത് ഹെംലോക്ക്, യു, മാപ്പിള്, അതാണ് ആ 3 പ്ലാന്റ്സൊക്കെ കാണപ്പെടുന്നത്. പിന്നെ സ്hrubസൊക്കെ ഒരു 3 to 4 മീറ്റേഴ്സോളം ടാളിലാണ് അവർ ഗ്രോ ചെയ്യുക. ഈ അനിമൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ കാണുന്ന മാമൽസാണ് മ്യൂൾ ഡിയർ, ബ്രഷ് റാബിറ്റ്സ്, വുഡ് റാറ്റ്സ്, ചിപ്മങ്സ്.
അവിടെ കാണുന്ന ചിപ്മങ്സ് ഒക്കെ ചിലപ്പം ഒരു അണ്ണാൻ്റെ സ്ക്യുറലിൻ്റെ ഒരു ടൈപ്പ് ആ ഒരു ടൈപ്പായിക്കാണ് സിമിലർ ആയിട്ട് തോന്നുന്നത്. സോ ഇനി റെപ്റ്റൈൽസിനാണെങ്കിൽ ലിസാർഡ്സ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഈ കാണുന്ന പ്ലാന്റ്സും അതേപോലെ തന്നെ അനിമൽസൊക്കെയാണ് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്നത്. ഇനി ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് എന്താണ്, മറ്റുള്ള റെയിൻ ഫോറസ്റ്റിനേക്കാളും കുറച്ചുകൂടി കോൾഡാണ് ഇവിടെ. അതേപോലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സീസണൽ വേരിയേഷൻസും ഒക്കെ ഉണ്ട്. അതേപോലെ ടെമ്പറേച്ചറിലാണെങ്കിൽ റെയിൻഫാളിലൊക്കെ സീസണൽ വേരിയേഷൻസ് കാണപ്പെടാം. പിന്നെ ഹൈ റെയിൻഫാൾ വിത്ത് ഹെവി ഫോഗോട് കൂടിയുള്ള ഹൈ റെയിൻഫാളൊക്കെ ആയിരിക്കും. സോ അതെന്താണ്, ഒരു ക്രിട്ടിക്കൽ വാട്ടർ സോഴ്സ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ലോവർ ബയോഡൈവേഴ്സിറ്റി, ഇവിടെ പ്ലാന്റ്സും അനിമൽസും ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ഇവിടെ ഇല്ല, കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇക്വേറ്ററിൻ്റെ നിയർ ആയിട്ട് കാണുന്നതാണിത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ ഹൈ ആൻഡ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അപ്പോൾ തന്നെ ഹ്യൂമിഡിറ്റിയും കാണപ്പെടാം. പിന്നെ ഇവിടെ കിട്ടുന്ന റെയിൻഫാളൊക്കെ 200 സെൻറ്റിമീറ്ററോളം എക്സീഡ് ചെയ്ത് കണ്ടാണ് അവർക്ക് കിട്ടുന്ന റെയിൻഫാളിൻ്റെ റേഞ്ച് പറയുന്നത്. അത് ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഔട്ട് ദ ഇയറിലായിരിക്കും. ഈ ബയോഡൈവേഴ്സിറ്റി എന്താണ്, ഇവിടെയാണ് മോസ്റ്റ് ഡൈവേഴ്സ് എക്കോസിസ്റ്റം, എർത്തിനുള്ള മോസ്റ്റ് ഡൈവേഴ്സ് എക്കോസിസ്റ്റം പ്രസൻ്റ് ആയിട്ടുള്ളതും ഈ പറഞ്ഞ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. ഇവിടെ കാണുന്ന അനിമൽസ് ആണെങ്കിൽ ആംഫിബിയ ആർബോറിയൽ സ്പീഷ്യസ്, അതായത് ഈ മരങ്ങളിലൊക്കെ കാണുന്ന സ്പീഷ്യസ് ആണ്. റാക്കോഫോറസ് മലബാരിക്കസ് ഇവിടെ ആഡ് ചെയ്ത പിക്ചർ തന്നെയാണ്. പിന്നെ അപ്പോൾ തന്നെ റെപ്റ്റൈൽസിലാണെങ്കിൽ അക്വാട്ടിക് റെപ്റ്റൈൽസ്, കാമലിയോൺസ്, അതേപോലെ തന്നെ അഗാമിഡ്സ്, ജക്കോസ്, സ്നേക്സ്, അതായത് ആംഫീബിയൻസ്, അക്വാട്ടിക് ആയിട്ടുള്ള റെപ്റ്റൈൽസ് അതാണ് ക്രോക്കഡൈൽ. പിന്നെ സെക്കൻഡ് വൺ ആ പച്ച കളറുണ്ടോ ഇതെന്താണ്, കാമലിയോൺ ആണ്. പിന്നെ അതേപോലെ തന്നെ അഗാമിഡ്സ്, ജക്കോസ്, ഇത് അഗാമിഡ്സ് ആണ്, ജക്കോസ് ആണ്, സ്നേക്സ് ആണ്. പിന്നെ ട്രോപ്പിക്കൽ ബേർഡ്സ് ഉണ്ട്. ബേർഡ്സിൽ ന്യൂമറസ് സ്പീഷീസ് ഓഫ് ട്രോപ്പിക്കൽ ബേർഡ്സ് ആണ്. മാമൽസിലാണെങ്കിൽ ലിയോപാഡ്സ്, ബേർഡ്സ് കഴിഞ്ഞ് വരുന്നതാണ് ലിയോപാഡ്സ്, ഒരു കടുവൻ്റെ ഒക്കെ ടൈപ്പ്, പുല്ലിൻ്റെ കാല് ടൈപ്പ് ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ജംഗിൾ ക്യാറ്റ്സ്, പൂച്ചനെ പോലെ തന്നെ. പിന്നെ ആൻറ്റീറ്റേഴ്സ് ഉണ്ട്, ജയൻറ്റ് ഫ്ലൈയിങ് ആയിട്ടുള്ള സ്ക്യൂറൽസ് ഉണ്ട്, മങ്കീസ് ഉണ്ട്, സ്ലോത്ത്സ്, അതായത് ഇതൊക്കെയാണ് എന്താ കാണപ്പെടുന്നത്, ഈ പറഞ്ഞ ഇതിൽ ആൻറ്റീയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ജയൻറ്റ് ഫ്ലൈയിങ് ആയിട്ട് സ്ക്യൂറൽ, സ്ലോത്ത്, അതായത് ആൻറ്റീയേഴ്സ് ഉണ്ട്. അതുപോലെ ജയൻറ്റ് ഫ്ലൈയിങ് ആയിട്ട് സ്ക്യൂറൽ, സ്ലോത്ത്, മങ്കി, പിന്നെ ജംഗിൾ ക്യാറ്റ്, ഇവരൊക്കെ എന്താണ് പ്രസൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ്, അതായത് ഇവിടെ കാണപ്പെടുന്ന ഫൗണ്ട് റീജിയൻസ് വിത്ത് ഹയർ ആനുവൽ റെയിൻഫാൾ ഒക്കെ ഉള്ള റീജിയൻസിലാണ് മെയിൻലി ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഇവരെ വെറ്റ് ആൻഡ് ഡ്രൈ സീസൺ എന്നുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇതായിട്ട് രണ്ടെണ്ണമായി തിരിച്ചിട്ടുണ്ട്. ഇനി ക്ലൈമറ്റ് പറഞ്ഞാൽ ആനുവൽ റെയിൻഫാൾ ഒക്കെ ക്യാൻ എക്സീഡ് ദാറ്റ് ഓഫ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനേക്കാളും കുറച്ചുകൂടി എക്സീഡ് ആയിട്ടൊക്കെ ആനുവൽ റെയിൻഫാൾ കാണാം ഇൻ മൺസൂൺ ഫോറസ്റ്റ്. അതായത് ഇപ്പോൾ ഈ മൺസൂൺ ഫോറസ്റ്റ് എന്താണ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മഴയൊക്കെ കിട്ടുന്നത് മൺസൂൺ റെയിൻ ഫോറസ്റ്റിലാണ് കിട്ടുന്നത്. സോ ഈ ഒരു ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് പറഞ്ഞാൽ ഒരു മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനേക്കാളും എക്സീഡ് ചെയ്തിട്ടാണ് ആനുവൽ റെയിൻഫാൾ ഇവിടേക്ക് കാണുന്നുണ്ട്. പിന്നെ വെജിറ്റേഷൻ, ഇവിടെ കാണുന്ന വെജിറ്റേഷൻസ് പറഞ്ഞാൽ ഡോമിനൻറ്റ് ട്രീസ് ആയിട്ടുള്ള തേക്ക്, അത് പെർട്ടിക്കുലർ ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും കാണപ്പെടുന്ന തേക്കുകളുണ്ട്. അതുപോലെ ബാമ്പു ആണ് സിഗ്നിഫിക്കൻറ്റ് ക്ലൈമാറ്റ് ഷ്രബായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആൾട്ടർനേറ്റ് നെയിമാണ് പറഞ്ഞാൽ ഓഫൺ റെഫേർഡ് ടു ആസ് മൺസൂൺ ഫോറസ്റ്റ് എന്നൊക്കെ, എക്സ്റ്റെൻഡിങ്ങിൽ വെറ്റ് റീജിയൻസ് ആണ് മൺസൂൺ ഫോറസ്റ്റ് എന്നൊക്കെ വരെ പറയപ്പെടാം. സോ അതുകൊണ്ടാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ റെയിൻ ഫോറസ്റ്റ് വെച്ച് നോക്കുമ്പോൾ മൺസൂണിൽ എന്താണ് കുറച്ചുകൂടി റെയിന് അധികം എക്സിഡായിട്ട് കിട്ടുന്നുണ്ട്. ഇത് സബ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ ഹൈ റെയിൻഫാൾ ഉണ്ട്, അതേപോലെ തന്നെ മിനിമൽ ടെമ്പറേച്ചറാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ വിൻ്റർ ആൻഡ് സമ്മർ തമ്മിലുള്ള ഒരു മിനിമൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണുള്ളത്. പിന്നെ ഹൈ റെയിൻഫാളൊക്കെയാണ് ഇവർ കിട്ടുന്നത്. ഇവിടെയുള്ള വെജിറ്റേഷൻസ് പറഞ്ഞാൽ ബ്രോഡ് ലീവ്ഡ് ആയിട്ടുള്ള എവർഗ്രീൻ ട്രീസ് ആണ് മെയിൻലി ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് കാണുന്നത്. അതായത് നമ്മുടെ മഹാഗണി, പിന്നെ പാംസ്, ഓക്സ്, മാഗ്നോളിയസ്, ടാമറിൻഡ്, അതായത് ഏതൊക്കെയാണ് മഹാഗണി,
പാംസ്, മഹാഗണി, പാംസ്. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? ഓക്സ്, മാഗ്നോളിയസ്, ടാമറിൻഡ്. അതായത് ഓക്സ്, മാഗ്നോളിയസ്, ടാമറിൻഡ്. പിന്നെ അതേപോലെ തന്നെ ഇനി വേറെ വരുന്നത് എന്താ വെച്ചാൽ എപ്പിഫൈറ്റ്സ്. ഇപ്പോൾ എപ്പിഫൈറ്റ്സ് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റ് ലൈക്ക് ഓർഗാനിസംസ് എന്തെങ്കിലുമൊക്കെ മറ്റുള്ള വേറെ പ്ലാന്റിന് എന്ത് ചെയ്യുക? വേറെ പ്ലാന്റിൽ വസിക്കുക. അതാണ് എപ്പിഫൈറ്റ് എന്ന് പറയുക. ഒരു പ്ലാന്റ് മറ്റൊന്നിൻ്റെ മുകളിൽ താമസിക്കുക എന്നുള്ള പോലെ അതിനെയാണ് എപ്പിഫൈറ്റ് എന്ന് പറയുക. ലൈക്ക് ദോസ് ഫ്രം ദ പൈനാപ്പിൾ ആൻഡ് ഓർക്കിഡ് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ തന്നെ ഫേൺസ്, വൈൻസ്, അതിപ്പോൾ തന്നെ സ്ട്രാംഗ്ലർ, ഫിഗ് ഒക്കെ എന്താണ്? കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. അതായത് ഫേൺസ് അതാണ് ഫസ്റ്റ്, ടാമറിൻഡ് പുളി കഴിഞ്ഞിട്ട് വരുന്നതാണിത്. ഫേൺസ്, അപ്പോൾ തന്നെ വൈൻസ്, ഇങ്ങനെ വള്ളി പോലെ കാണപ്പെടുന്ന ചെടികളൊക്കെയാണ്. പിന്നെ ഫിഗ്സ്, നമ്മൾ അത്തിപ്പഴം പോലത്തെ ഒരു കാറ്റഗറിയാണ് ഫിഗ്സ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. ഇനി അനിമൽസിലാണെങ്കിലും അനിമൽ ലൈഫ് സിമിലർ ടു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ പോലെ തന്നെ വിത്ത് വെറൈറ്റി ഓഫ് സ്പീഷ്യസ് എന്താണ്? ഹ്യൂമിഡ് എൻവിറോൺമെൻറ്റ് അഡാപ്റ്റ് ചെയ്ത് കണ്ട് ഇവിടെ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ആ ഒരു മൊത്തത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ ഒറ്റൊന്നിലും മെൻഷൻ ചെയ്തിരിക്കുകയാണ്. തുന്ദ്ര, ബോറിയൽ ഫോറസ്റ്റ്, മിക്സ്ഡ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ്, സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെയാണ് ഇവിടെ ഈ പിക്ചർ കൊണ്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇനി എന്തൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ ത്രെഡ്സും അതേപോലെ തന്നെ ഇവരെ കൺസർവേഷൻ ചെയ്യാനുള്ള എഫേർട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫോറസ്റ്റിൻ്റെ ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ത്രെഡ്സ്? അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ, അഗ്രികൾച്ചറിൽ എന്തെങ്കിലും ഇപ്പോൾ എക്സ്പാൻഷൻ നമുക്ക് വേരിയസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ടിമ്പർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് മരങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മളതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ അത് ഫോറസ്റ്റിന് അതൊരു ത്രെട്ട് തന്നെയാണ്, ഭീഷണി തന്നെയാണ്. ഇതൊക്കെയാണ് എന്താണ് ഗ്ലോബലി ഫോറസ്റ്റിന് ഉണ്ടാകുന്ന ത്രെഡ്സ്. ഇനി എന്തൊക്കെയാണ് കൺസർവേഷൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് പറഞ്ഞാൽ മോണോകൾച്ചർ ഫോറസ്റ്റ്. അതായത് മോണോകൾച്ചർ പറയുമ്പോൾ ഒറ്റ റീജിയനിൽ ഒരൊറ്റ പ്ലാന്റ് മാത്രം ലാർജർ എമൗണ്ടിൽ ഒരൊറ്റ പ്ലാന്റ് മാത്രം ഗ്രോ ചെയ്ത് കാണുന്നതാണിത് മോണോകൾച്ചർ. സോ ടു മീറ്റ് ദ ഡിമാൻഡ് ഫോർ സ്പെസിഫിക് പ്രൊഡക്ട്സ് ലൈക്ക് ടിമ്പർ ഓർ പൾപ്പ്, ഇപ്പം മഹാഗണി, തേക്ക്, അങ്ങനെ ഇപ്പോൾ സാൻഡൽ അങ്ങനത്തെയൊക്കെ ഒരു ടിമ്പേഴ്സ് ആവശ്യം ഉണ്ടാവും അല്ലേ, മരക്കഷ്ണങ്ങൾ തടികളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കേസിലാകുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് മീറ്റ് അവരുടെ ഡിമാൻഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഈ ഒരു ഫോറസ്റ്റിന് അതെന്താണ് ത്രെട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് കൺസർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. മോണോകൾച്ചർ ഫോറസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഗ്രോയിങ് ട്രീസ് ആണ് ഇത്. പോപ്ലാസ്, കോണിഫേഴ്സ്, യൂക്കാലിപ്സ് ഒക്കെ നല്ല സ്മെല്ല്, നമ്മൾ ചുയിങ്കത്തിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ ഊട്ടി ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്കറിയാം. സോ ഇതൊക്കെ എന്ത് നമ്മൾ കൺസർവ് ചെയ്യണം, അതാണ് പറയുന്നത് കേട്ടോ. മാനിപ്പുലേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്. ഇനി എക്സിസ്റ്റ് ചെയ്യുന്ന ഫോറസ്റ്റിന് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് ആർ മാനേജ് ടു എൻഹാൻസ് ഈൽഡ്. നമുക്ക് ഈൽഡ് വർദ്ധിപ്പിക്കാൻ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ഫോറസ്റ്റിനെ നല്ല മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസസ് ആണ് വീഡിങ്, അതായത് കോമ്പറ്റിങ് സ്പീഷ്യസുകളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തിന്നിങ്, ഇപ്പോൾ സെയിം സ്പീഷ്യസ് തന്നെ എക്സസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് കാണുകയാണെങ്കിൽ അതിനെ എറാഡിക്കേറ്റ് ചെയ്യുക, അതിനെ ഡിസ്ട്രോയ് അല്ലെങ്കിൽ അതിനെ കളയുക എന്നുള്ള അർത്ഥമാണ്, ഇറാഡിക്കേറ്റ് ചെയ്ത് കളയുക. പിന്നെ എക്സസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഒക്കെ ആണെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്ത് മാറ്റുക, അത് സെയിം സ്പീഷ്യസ് തന്നെ കേട്ടോ. പിന്നെ ബ്രാഷിങ്, അതായത് റിമൂവൽ ഓഫ് ലോവർ ലീഫ്ലെസ് ബ്രാഞ്ചസ്, എസ്പെഷ്യലി കോണിഫേഴ്സിലൊക്കെ ചിലപ്പോൾ ലീഫ്ലെസ് ആയിട്ടുള്ള ബ്രാഞ്ചസും അതേപോലെ തന്നെ ലോവർ അങ്ങനത്തെ ഒക്കെ ബ്രാഞ്ചസുകളുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഉള്ളതിന് എന്താ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഉള്ള എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുവരിക, അതാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും മാനിപ്പുലേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ മാനേജ് ചെയ്യുക. ഇനി ഫയർ കൺട്രോൾ, അതായത് മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ഫയേഴ്സ് ഈസ് ആൾസോ എന്താണ് ഒരു എസെൻഷ്യൽ പാർട്ട് ഓഫ് ഫോറസ്റ്റ് കൺസർവേഷൻ ആണ്. അതായത് ഫോറസ്റ്റ് ഫയേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതും കൂടി എന്തിൽ ഉൾപ്പെട്ടതാണ്, ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്, പാർട്ട് ഓഫ് ദി ഫോറസ്റ്റ് കൺസർവേഷൻ ആണ്. ഇനി സിൽവി കൾച്ചർ, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രി ആണ് എന്ത് ഈ പറയുന്ന സിൽവി കൾച്ചർ. അപ്പോൾ ഇത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ പറയുന്ന വാല്യുബിൾ ടിമ്പർ മോണോകൾച്ചേഴ്സ് ഓഫ് എ വാല്യുബിൾ ടിമ്പേഴ്സ് നമ്മൾ പറഞ്ഞ മോണോകൾച്ചർ. സോ അതിലുള്ള വാല്യുബിൾ ടിമ്പേഴ്സ് ട്രീസ് ആയിട്ടുള്ള തേക്ക്, സാല്, ശീശ, കെല്ല്, ഇതൊക്കെ ഇങ്ങനത്തെ ട്രീസിൻ്റെ ഒക്കെ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവർക്ക് കെയർ കൊടുക്കുക, അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ റീപ്രൊഡക്ഷന്, ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് കണ്ട്
ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രി ആണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രി ആണ് എന്ത് സിൽവി കൾച്ചർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സാധനങ്ങൾക്കൊക്കെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ എന്താണ് നമുക്ക് അത്യാവശ്യം ഈൽഡ് തരുന്നതാണ്, നമുക്ക് ആവശ്യങ്ങൾക്ക് മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്. സോ അതെന്തായാലും ഫോറസ്റ്റിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ് ഉണ്ടാകും. സോ അത് എന്ത് ചെയ്യാണ് നമ്മൾ ആ ഒരു ഇത് കുറക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് സ്പെഷ്യലി ഒരു കൺസർവേഷൻ സ്പെഷ്യലി ഒരു കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കെയർ കൊടുക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രി സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് ഫോറസ്ട്രിനെയാണ് എന്താ പറയുക സിൽവി കൾച്ചർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങി, പുതിയ യൂണിറ്റ് തുടങ്ങി. എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ത്രെഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കൺസർവേഷൻ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് വൈഡാണ്. ഇപ്പോൾ ഓരോ ഫോറസ്റ്റിലും എന്തൊക്കെ വെജിറ്റേഷൻ കാണപ്പെടുന്നു, എന്തൊക്കെ അനിമൽസ് കാണപ്പെടുക, അതേപോലെ തന്നെ അവിടെയുള്ള ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ഓരോന്നിനും പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് എല്ലാവരും എല്ലാ രീതിയിൽ നോക്കുക കേട്ടോ, മാറിപ്പോവാതെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.